ഇനി പാർലമെന്റിലേക്ക് വന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് പാർലമെന്റ് പ്രക്ഷുബ്ധമാവുന്ന തരത്തിലുള്ള പ്രതിഷേധമാണ് മുൻ കരസേനാ മേധാവി ജനറൽ എം നരവനെയുടെ ഓർമ്മക്കുറിപ്പുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇന്നും അത് തുടരാൻ തന്നെയാണ് സാധ്യത. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ ലോക്സഭയിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അനുമതി നൽകിയില്ലെങ്കിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാൻ പ്രധാനമന്ത്രിയെ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത്. നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി ഇന്ന് മറുപടി പറയാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട 8 എംപിമാർ ഇന്ന് പാർലമെന്റ് കവാടത്തിൽ സത്യഗ്രഹം തുടങ്ങും. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, പ്രസിദ്ധീകരിക്കാത്ത ഒരു കുറിപ്പിനെ ചൊല്ലിയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പാർലമെന്റ് ഇത്രയേറെ പ്രക്ഷുബ്ധമായത്. പക്ഷേ രാജ്യത്തിൻ്റെ നിർണായകമായൊരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി തീരുമാനമെടുക്കാതെ ഒഴിഞ്ഞുമാറി അല്ലെങ്കിൽ അത് വൈകിച്ചു എന്നൊക്കെ പറയുന്ന വളരെ ഗൗരവമേറിയ ആരോപണങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുമ്പോൾ അതിനൊരു മറുപടി ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാതെ രാഹുൽ ഗാന്ധി സംസാരിക്കാൻ രാഹുൽ ഗാന്ധി അനുവദിക്കില്ല എന്നൊരു നിലപാടിലേക്ക് പോകുന്നതാണ്. ഇന്നിപ്പോൾ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയേണ്ടതുണ്ട്. കൂടുതൽ പ്രക്ഷുബ്ധമാവാനാണോ സാധ്യത? അതെ ശ്രീജ, പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും തീരുമാനം. കാരണം തിങ്കളാഴ്ചയാണ് നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവേ രാഹുൽ ഗാന്ധി എം നരവനെയുടെ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ പരാമർശിക്കാൻ ശ്രമിച്ചത്. പ്രത്യേകിച്ച് ഗൽവാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഭരണപക്ഷത്ത് നിന്ന്, പ്രത്യേകിച്ച് എംപിമാരുടെ ഭാഗത്തുനിന്നല്ല, കേന്ദ്രമന്ത്രിമാർ തന്നെ, സർക്കാരിലെ 2ാം നമ്പർ അല്ലെങ്കിൽ 3ാം നമ്പറോ ആയിട്ടുള്ള പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്, ഒപ്പം തന്നെ അമിത്ഷാ, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തുടങ്ങിയവരൊക്കെ തന്നെ ശക്തമായി പ്രതിഷേധവുമായി തന്നെ രംഗത്ത് വരികയായിരുന്നു. ഇന്നലെയും അതിൻ്റെ ഏതാണ്ട് തനിയാവർത്തനം എന്ന് പറയാം. പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾ കടന്നു പോകുന്നതിലേക്ക് എത്തുകയും ചെയ്തു. കാരണം രാഹുൽ ഗാന്ധി ഇന്നലെയും ഈ വിഷയം ഉന്നയിക്കാൻ ശ്രമിച്ചു. പക്ഷേ സ്പീക്കർ മറ്റ് അംഗങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. തുടർന്ന് വലിയ പ്രതിഷേധത്തിന് സഭ വേദിയാവുകയും ചെയ്തു. കാരണം സർക്കാർ ഇന്നലെ തന്നെ വിശദീകരിച്ചിരുന്നത് സ്വാഭാവികമായും രാഹുൽ ഗാന്ധി മിനിഞ്ഞാന്ന് സംസാരിക്കേണ്ടതാണ്, പക്ഷേ അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നും രാഹുൽ ഗാന്ധി ആ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ മറ്റംഗങ്ങളെ സംസാരിക്കാൻ വിളിക്കും എന്നൊരു നിലപാടിലാണ് സ്പീക്കർ ഉണ്ടായിരുന്നത്. അത്തരം നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പ്രത്യേകിച്ച് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ലോക്സഭാ സെക്രട്ടറി ജനറലിൻ്റെ ഇരിപ്പിടത്തിനടുത്ത് വരെ എത്തിയ അംഗങ്ങൾ കടലാസ് കീറിയെറിയുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ 8 അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്. കോൺഗ്രസിന്റെ ചീഫ് വിപ്പായ മാണിക്കം ടാഗോറുണ്ട്, പഞ്ചാബ് PCC അധ്യക്ഷനായ അമരീന്ദർ സിംഗ് രാജ, അമൃത്സർ MP ഓജില, ഒപ്പം തന്നെ തെലങ്കാനയിൽ നിന്നുള്ള കിരൺ കുമാർ റെഡ്ഡി, മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രശാന്ത് പടോളെ, CPMന്റെ അംഗം സു വെങ്കടേശൻ, ഒപ്പം കേരളത്തിൽ നിന്ന് ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 8 പേരെ സസ്പെൻഡ് ചെയ്തു. സ്വാഭാവികമായും ഈ വിഷയം കൂടി സഭയ്ക്കകത്ത് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഇന്ന് പാർലമെന്റ് നടപടികൾ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. മാത്രമല്ല ലോക്സഭാ സ്പീക്കർക്കെതിരെ കൂടി വിമർശനം ഘടിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ്. രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കിയ കാര്യം, ലോക്സഭയുടെ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അനുമതി നൽകാത്ത സ്പീക്കർ എന്നുകൂടി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നും കഴിഞ്ഞ ദിവസത്തെ പോലെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകാൻ തന്നെയാണ് സാധ്യത. ശ്രീജ. ശരി, രാഗേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയുടെ ആത്മഹത്യയിൽ കൂടുതൽ പേരെ SIT ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. റോയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ പങ്കുള്ളവരെ അടക്കമാണ് ചോദ്യം ചെയ്യുക. ഭാര്യയുടെ മൊഴിയും വീണ്ടും രേഖപ്പെടുത്തും. ബാങ്ക് ഇടപാടുകളുടെ രേഖകളും പരിശോധിച്ചു വരികയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.